ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് അന്ന് രാവിലെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സമാധാനത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറ് വാർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഇന്ന് കഷ്ണങ്ങളൊന്നും അരിഞ്ഞു വെക്കാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചായിരുന്നൊക്കെ എടുത്ത് കളയേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എല്ലാതും കുറേ ഒഴിച്ച് ഫ്രിഡ്ജിൽ തീരെ സ്ഥലമില്ലേ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ കളയാനുള്ളതൊക്കെ എടുത്ത് ചേട്ടനെ ഏൽപ്പിച്ചപ്പോൾ ചേട്ടൻ അത് കളഞ്ഞു വയ്ക്കൂലോ. അപ്പം ഞാൻ വേഗം മത്തങ്ങയുടെ ഇല ഒന്ന് മുറിച്ച് വെച്ചതും ഒന്ന് രണ്ട് ചള്ളു മത്തങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുങ്ങാണ്ട് ഒന്ന് ചെറിയൊരു തോരൻ പോലെ മെഴുക്ക് വട്ടിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പടവലങ്ങേൻ്റെ ഒരു പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനും പടവലങ്ങയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീൻ്റെ വറുത്ത് അതിൻ്റെ തലയും വാലൊക്കെ നുള്ളി നടുഭാഗം എപ്പോഴും കറിയിലേക്ക് ഇടും. തലയും വാലൊക്കെ അരക്കണേൻ്റെ കൂടെ അരച്ചിങ്ങാട്ട് കറിയിലേക്ക് വെക്കും കേട്ടോ. കറിയിലേക്ക് ഒഴിക്കും. അതിൻ്റെ അതൊക്കെ റെഡിയാക്കി അടുപ്പത്തേക്ക് വെച്ചു. അതിനുള്ള ഉള്ളി അരിഞ്ഞ് അതും സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും തോരനുള്ളത് അരിഞ്ഞു കേട്ടോ. ചള്ളുമത്തങ്ങ ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറ്. അത് തന്നെ മെഴുക്ക് വരട്ടി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാതും കൂടി ഒരുമിച്ചിട്ടൊരു മെഴുക്ക് വരട്ടിയാക്കി എടുത്തു. എന്തായാലും പിള്ളേർക്കും ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് ഒറ്റയ്ക്ക് വയ്ക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ രണ്ടും കൂടിയപ്പോൾ അത്ര അങ്ങോട്ട് പോരാൻ തോന്നി. പക്ഷേ ഓഫീസിൽ ചേച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇത് ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ചില കറികൾ അത്ര ഇഷ്ടപ്പെടില്ല. എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാനത് വയ്ക്കും കേട്ടോ. നമുക്ക് ഒഴിവായാലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചള്ളു മത്തങ്ങ ഇങ്ങനെ വയ്ക്കുമ്പോൾ, മൂക്കാത്ത മത്തങ്ങ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ടു കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം മത്തങ്ങയുടെ അരി മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ചു. മത്തങ്ങ കഷ്ണം മുളകൊക്കെ ഒന്ന് പുരട്ടി വെച്ചു. മത്തങ്ങയുടെ ഇല മുകളിൽ വെറുതെ വെച്ചോളൂ കേട്ടോ. മൂടി വെച്ച് വാടിയതിന് ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടർത്തിയിട്ട് നിറയെ തേങ്ങയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി നേരം കൂടി മൂടി വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ മെഴുക്ക് പറ്റി ഒരു മുന്നേ ഞാൻ മത്തങ്ങ മെഴുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അധികം മൂക്കാത്ത മത്തങ്ങ. പിന്നെ ഞാൻ കമ്പോസ്റ്റ് വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ ആയാലും അതുപോലെ മുട്ടത്തോടായാലും ഉള്ളിത്തോല് അങ്ങനത്തെ ചീഞ്ഞ് പോണ ഐറ്റംസ് എല്ലാതും പഴത്തിൻ്റെ തോലൊക്കെ ഇടും കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ മുറിച്ചിടും. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കൊക്കെ മുറിച്ചിട്ടിട്ട് അവിടെ സൈഡിൽ ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ളത് കേട്ടോ. അപ്പോൾ അത് എന്നൊന്നും കൊണ്ടിടില്ല. അപ്പോൾ അതിൽ നിറയുമ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കുറച്ച് കടലാസും ചപ്പ് ചവറും അതൊക്കെ ഇടുക കേട്ടോ. മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 2-3 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇടും. പിന്നെ വീണ്ടും കടലാസും ചപ്പ് ചവറും സാധനങ്ങളൊക്കെ ഇട്ട് കടലാസും ചപ്പ് ചവറും മണ്ണും ഇത്ര ഇടണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പുഴുവൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് തന്നെ ശരിയാവും. അങ്ങനെ ഒരു വലിയൊരു പാത്രം നിറയാവുമ്പോൾ അത് അടച്ചു വെച്ചിട്ട് അപ്പുറത്ത് വീണ്ടും ചെയ്യും. അപ്പോൾ അപ്പുറത്ത് നിറയുമ്പോഴേക്കും ഈ മുന്നത്തെ വളമൊക്കെ ആയി മാറി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് നടുമ്പോഴും ആ ഒരു ഇത് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് മണ്ണ് പോലെ ആയില്ലേലും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കോരിയെടുത്തിട്ട് ഓരോന്നിൻ്റെയൊക്കെ അടക്കിയിട്ടാൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പം അങ്ങനെ ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ വാഴയുടെ കടക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് അതിൻ്റെ അടക്കിയിടും. ഏതിനാണോ വളം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ഇടുക. പിന്നെ ചോറും സാധനങ്ങളൊക്കെ പൂച്ചകൾ ഒരുവിധം കഴിക്കും. പിന്നെ പൂച്ചകൾക്ക് കഴിക്കേണ്ടാത്തത് ഞാൻ ഒരു പാത്രത്തിൽ നീക്കി അവിടെ വെക്കും കേട്ടോ. കാക്കകൾ വന്നൊക്കെ കഴിച്ചോളൂ. എന്ത് ബാക്കിയുണ്ടെങ്കിലും ഇങ്ങനെ വലിച്ചെറിയില്ല. ഒരു പാത്രത്തിലാക്കി ആ മുറ്റത്ത് അങ്ങനെ വെക്കും. കാക്കകൾ വന്നെടുത്തോളും. ഞാൻ വാതിൽ തുറക്കണമെന്ന് ഞാൻ പുറത്തേക്ക് വരന്ന് നോക്കി ഒരു 25 കാക്കെങ്കിലും രാവിലെ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ വിതറിയിടണ്ടല്ലോ. അങ്ങനെ അവർക്ക് കഴിക്കാനായിട്ട് പാകത്തിന് വെക്കും. പ്ലാസ്റ്റിക് കടലാസുകൾ കഴുകി കേട്ടോ. അവിടെ ഒരു ചാക്കുണ്ട്, അതിലേക്ക് വെക്കും കേട്ടോ. ഒന്നും വേസ്റ്റുകളൊന്നും വിതറിയിടില്ല. വന്ന അവസരം വല്ലാണ്ട് ഇങ്ങനെ വിതറിക്കിട്ട് അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ബോധം വെച്ചത്. അപ്പോൾ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. പുല്ല് പറിച്ചത് ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. വല്ലാണ്ട് വലുതായി നിന്നതൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൂടി പറിച്ച് ഇവിടെ വൃത്തിയാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കുറച്ച് പച്ചമുളകൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളകൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ ഇത് നിറയെ എങ്ങനെ ഉണ്ടായിക്കോളൂ കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ഓഫീസിലൊരു ചേച്ചിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറെ ചേച്ചി കൊടുത്തു. അപ്പോൾ ഒരു ചേച്ചിക്ക് കൊടുക്കാത്തതുണ്ട്. അപ്പോൾ ആ ചേച്ചിക്കുള്ളത് കൊണ്ടുവന്നിട്ട് അതിന് മാത്രം കുറച്ച് മാത്രം പൊട്ടിച്ചെടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കാന്താരി മുളകൊക്കെ ആകുമ്പോൾ കിട്ടുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ.
അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പച്ചമുളക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആ ചേച്ചി ഇത് കൊടുത്താൽ വാഴപ്പിണ്ടിയും കൊണ്ടുപോയി കേട്ടോ. വാഴപ്പിണ്ടി കൊടുത്തിട്ട് ഭയങ്കര സന്തോഷമായി. ശരിക്കും എന്താ പറയുക, അനന്തപുരത്ത് നിന്ന് അമ്മ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. തൃശ്ശൂർക്ക് സാധാരണ മോളെ കാണാൻ വരുമ്പോൾ ഐറ്റംസ് കൊണ്ടുവരിക എൻ്റെ അമ്മ. ഇവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇവർക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വാഴപ്പിണ്ടി, വാഴക്കല്ല, വാഴക്കുടപ്പൻ, ചേമ്പുകൾ 2-3 തരം, കാവത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുവരുന്നത്. പക്ഷേ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കുറേയൊക്കെ വീട്ടിൽ നിന്ന് കുറഞ്ഞിരുന്നു. ചെറുപ്പത്തിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല ചോപ്പ് ഡ്രസ്സ് ഇട്ടിട്ട്, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന ദിവസമായിരുന്നു കേട്ടോ. ചോപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നപ്പോൾ എല്ലാ സ്ത്രീകളും, നേരത്തെ വന്നവരൊക്കെ എന്താ പറയുക, ഓറഞ്ച് ഷോളും വെള്ള ചുരിദാറായിരുന്നു കേട്ടോ. ഞാൻ മാത്രം ചോപ്പായി പോയി. എന്ത് മണ്ടത്തരാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ബസ്സൊന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ബസ്സിലും ആൾക്കാരുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർക്കൊക്കെ ഈ റൗണ്ടിലുള്ളവർക്കും മുനിസിപ്പലിൻ്റെ അവിടേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ കടകളൊക്കെ മുടക്കായിരുന്നു. അപ്പോൾ അധികം ആൾക്കാർക്കും ജോലി ഇല്ല, കുറേ ആൾക്കാർക്കൊന്നും. പിന്നെയുള്ളവർക്ക് നേരത്തെ പോയി. വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഇനി പാതിരിയാവും വീട്ടിലെത്തുമ്പോൾ. ആകെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വന്നന്ന് അങ്ങനെയായിരുന്നു. 8 മണി 8, 9 മണി വരെ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ എത്തിയപ്പോൾ. പക്ഷേ ഇന്ന് അങ്ങനെ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. 5 മണിയാകുമ്പോഴേക്കും പ്രധാനമന്ത്രിയൊക്കെ പോയി. പിന്നെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കാണാനൊക്കെ വന്നിരുന്നതൊക്കെ ബസ്സിലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള ബസ്സുകൾക്കൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ച പോലെ പേടിച്ച പോലെ ഒന്നും സംഭവിക്കാണ്ട് ഇന്ന് നല്ല കറക്റ്റായിട്ട് നേരത്തെ തന്നെ വീട്ടിലെത്തി. എന്ന് എത്രയേക്കാളും ഒരു ബസ് മുന്ന് കിട്ടി കേട്ടോ. അപ്പോൾ അത് ആ ചേട്ടൻ വന്നപ്പോൾ 2 പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. അവൻ്റെ നന്നായിട്ട് പഴുത്തത്, അവൻ്റെ ഇത്തിരി പഴുപ്പ് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാമെന്ന്. കൂട്ടുകാരി ഉണ്ടാക്കിയിട്ടുണ്ടോ പൈനാപ്പിൾ അച്ചാർ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഇപ്പം നല്ല വില കുറവാണ്. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരെണ്ണം എടുത്ത് നമുക്ക് അച്ചാറിടാം. നല്ല എളുപ്പമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറികൾ അത്ര നല്ലതല്ലാത്ത ദിവസം ഇത്തിരി അച്ചാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അച്ചാർ ഇടാനായിട്ട് ഇതേപോലെ അതിൻ്റെ 2 തലയും മുറിച്ച് കളഞ്ഞിട്ട് മോൾ ഭാഗം ഒന്ന് കഴുകിയതിന് ശേഷം മുറിക്കുന്നത്. തോല് കളഞ്ഞതിന് ശേഷം ഒരിക്കലും പൈനാപ്പിൾ ചെത്തരുത് കേട്ടോ. അതിൻ്റെ ആ മധുരമൊക്കെ നഷ്ടപ്പെടും. ഇത്തിരി മധുരം ഉണ്ടാവുന്നത് തന്നെയാണ് അച്ചാറിന് നല്ലത്. അപ്പോൾ ഇത്തിരി നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ടാണ് ഞാൻ അച്ചാറിന് വേണ്ടി അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ അതിനെല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കായത്തിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൊത്തിയരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ഇടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിന് എല്ലാം അത് എടുക്കുക. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞ് ചെഞ്ചട്ടി വെച്ചിട്ട് അതിലിത്തിരി എണ്ണ കേട്ടോ, നല്ലെണ്ണ, സ്വർണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയില്ലേ, അതന്നെ. അതിലിത്തിരി എണ്ണ ഒഴിച്ച് കായം പൊരിച്ച് മാറ്റി വെച്ചു. പിന്നെ പൊടിയുടെ കായം ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ടേസ്റ്റും മണവും കൂടുതൽ ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ചാറൊക്കെ ഞാൻ കുറച്ച് ഇത് ഉപയോഗിക്കും. പിന്നെ കടുക് ഉലുവയും വറുത്ത് പൊടിക്കാണ്. കടുക് എടുക്കണതിൻ്റെ പകുതി മാത്രം ഉലുവെടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കടുക് പൊടിച്ചിടാൻ ഇഷ്ടമില്ലെങ്കിൽ എന്താ പറയുക, ഉലുവ മാത്രം പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉലുവേറെ പൊടി തന്നെ കിട്ടില്ല, അത് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അച്ചാർ ഇടുന്നതിന് മുന്നേ കടുക് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഞാനിതിങ്ങനെ പൊട്ടി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ, ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ വീണ്ടും ചട്ടിയടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ക്രഷ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ക്രഷ് ചെയ്യണതിന് പകരം, അരയ്ക്കണതിന് പകരം എല്ലാം ചെറുതാക്കി അരിയാം, നീളത്തിൽ അരിയാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സൗകര്യത്തിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളക് നീളനെ കീറിങ്ങാട്ടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുകയുള്ളൂ അച്ചാറിന്. എന്നുവെച്ചാൽ കളറും ഭംഗിയൊക്കെ കിട്ടാൻ വേണം, എന്നാൽ ഓവർ എരിവ് ഉണ്ടാവാനും പാടില്ലല്ലോ. അത് കാരണമാണ് കേട്ടോ എപ്പോഴും കാശ്മീരി മാത്രം ഇതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ മീൻ മുളക് ഇടുമ്പോഴും ഞാൻ അങ്ങനെയാണ് കൂടുതലും. നല്ല മുളക് പൊടി അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. എല്ലാ മുളക് കൂടി കൂടിച്ചേരുമ്പോഴേ ഒരു പരുവാവും. പിന്നെ വിനാഗിരി ഒഴിച്ചു. പൈനാപ്പിൾ അച്ചാറിന് എന്തായാലും വിനാഗിരി ഒഴിക്കണം, അത് കാരണമാണ് കേട്ടോ. ഞാനങ്ങനെ വിനാഗിരി അച്ചാറിൽ പരമാവധി കുറവാണ് ഒഴിക്കുക, പക്ഷേ ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒഴിക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ വെള്ളം ചൂടാക്കിയതില്ലെങ്കിൽ ഈ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ വെള്ളം വേറെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ചാറിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലകളും എല്ലായിടത്തേക്കും എത്തണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ കായം ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് ഞരടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും, ഉടയും. അത് അച്ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഇത്തിരി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ, ഇത്തിരി ചാറ് വേണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഉലുവയും കടുകും കൂടി പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണൊക്കെയാണ്, 2-3 ടീസ്പൂണൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം തന്നെ കൂട്ടിയാലും മോശമൊന്നുമില്ല. അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും.